ഞാനും കൺമണിയും കൂടി ഒരു ഡിന്നറിന് പോകാൻ കേട്ടോ. അശ്വിനെ വിട്ടിട്ട് ഇതെന്താ നിങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നതെന്നല്ലേ? നമ്മൾ പോകുന്നത് ആക്ച്വലി കൺമണിയുടെ സ്കൂളിലെ ഫ്രണ്ട്സും അതുപോലെ അവരുടെ അമ്മമാരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് അവിടെ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 6-7 പേരുണ്ട് കേട്ടോ. അതിൽ 4 പേര് ഇന്നൊരു ഡിന്നർ പാർട്ടി പ്ലാൻ ചെയ്തു. എല്ലാവർക്കും വരാനുള്ള അസൗകര്യക്കുറവുകൊണ്ടാണ് കേട്ടോ ബാക്കി നമ്മൾ 4 പേരായത്. പിന്നെ നമ്മുടെ മക്കളും നമ്മൾ ഇതിങ്ങനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആവുമല്ലോ എന്നുള്ള ഉദ്ദേശമായിരുന്നു. പിന്നെ ഈ മക്കളൊക്കെ കൺമണിനേക്കാളും ചെറിയ മക്കളാണ് കേട്ടോ. അവരൊക്കെ പ്ലേ ഗ്രൂപ്പിലാണ്. അപ്പം പക്ഷേ നമ്മളവിടെ പോയപ്പോൾ എനിക്ക് ഇവരോട് ഭയങ്കര സിങ്കായി. അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര ക്ലോസ് ആയി കേട്ടോ. ഇപ്പോൾ എല്ലാവരും കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പം നമ്മൾ ഒരുമിച്ചുള്ളൊരു വീഡിയോസൊന്നും എടുത്തില്ല, പക്ഷെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. ഇവരെല്ലാവരും കർണാടകയിൽ നിന്ന് തന്നെ പല ഭാഗങ്ങളിൽ നിന്നവരാണ്. അങ്ങനെ അതിലൊരാളെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയിട്ട് അശ്വിനോട് ഓരോ കാര്യങ്ങൾ കഥ പറയായിരുന്നു കേട്ടോ. ഇനിയൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം, കാരണം നാളെ വീണ്ടും ഡ്യൂട്ടി സ്റ്റാർട്ട് ആവുമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.